എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എന്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. ഞങ്ങളൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ല. ലോങ് വീഡിയോയും ഇട്ടിട്ടില്ല, ഷോർട്ട് വീഡിയോയും ഇട്ടിട്ടില്ല. ഇന്ന് ഏകദേശം എൻ്റെ തല പൊങ്ങി എന്ന് തോന്നിയ സമയം ഞാൻ ഈ ഒരു ടോപ്പിക് ഇടുകയാണ്. ഞാൻ ഈ ഒരു ടോപ്പിക് ഇടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ഈ ഒരൊറ്റ സാധനം കേട്ട സമയത്ത് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് 2 മണിക്കൂറുള്ള ഈ ഒരു ഇൻ്റർവ്യൂ, ഐ തോട്ട് 2 മണിക്കൂറിൽ 1:50 സംതിങ് ഉള്ള ഈ ഇൻ്റർവ്യൂ ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് ഞാൻ കണ്ടു. എൻ്റെ ഈ ഫോണിലാണുള്ളത്. അത് ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നത്. കാരണം അത് മുഴുവൻ കണ്ടാലേ എനിക്ക് കുറച്ചും കൂടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഒരു എനർജറ്റിക്കായി ഞാൻ പൊതുവേ പല വീഡിയോകളും സംസാരിക്കുന്ന പോലെയുള്ള സാധനങ്ങളൊന്നും ഇന്ന് കേൾക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അറിയാമല്ലോ, ഓഫ് കോഴ്സ് വയ്യ. പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കേണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നൊരു കോൺട്രവേഴ്സി ആയിരുന്നു സജ്ന ഫിറോസ് റസൂൽ. അതിൽ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റസൂൽ പൂക്കുറ്റി ദ ഓസ്കാർ വിന്നിങ് അവാർഡ് വിന്നർ. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്ക് സൊസൈറ്റിയിൽ വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ പുള്ളിക്കാരനെ കുറിച്ചിട്ട് അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നെഗറ്റീവ് കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ സിനിമ ഫെയിമിലുള്ള അല്ലെങ്കിൽ ആക്ട്രസ് ലെവൽ സീരിയൽ ഫെയിമിലൊക്കെ ഉള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പിലാവുക, ഡിവോഴ്സ് ആവുക എന്നുള്ളത് ഒരു യൂഷ്വൽ തിങ്ങാണ്. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ചിലർ കല്യാണം കഴിക്കും, ചിലർ കല്യാണം കഴിക്കാണ്ടിരിക്കും, ചിലർ റിലേഷൻഷിപ്പായി പോവും, ചില ഭാര്യയും ഭർത്താവും ആയിരുന്നവർ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും വേറൊരു നായികേനോട് പോകും, അവൾ ഓൾറെഡി വേറെ കിട്ടി. ഇതൊക്കെ പൊതുവേ കാണുന്ന ഒരു സാധനം. പക്ഷെ റസൂൽ പൂക്കുറ്റിയുടെ ഒരു പേര് വന്ന സമയത്താണ് ഇത് അത്യാവശ്യം, ഐ ബിലീവ്, ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതായത്. അപ്പം അന്നത് ഫോട്ടോയും വീഡിയോയും ഒക്കെ വെച്ചിട്ട് കുറേ വർത്താനവും കാര്യങ്ങളും ഒക്കെ വന്നു, ഡിസ്കഷൻ വന്നു, എല്ലാം വന്നെങ്കിലും ഒരു സൈഡിൽ കൂടി ഇതവിടെ അങ്ങ് ചവിട്ടിയിട്ടതായിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ഈ റസൂൽ പൂക്കുറ്റിയുടെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ റസൂൽ പൂക്കുറ്റിയുടെയും സജ്നയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു. ഈവൻ ഞാനും എൻ്റെ പേജിൽ അതെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഓഡിയോ വന്നതോടുകൂടിയാണ് ഈ ഒരു സാധനം, ഈ ഒരു ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കേറിയത്. കാരണം വാട്ട് ഈസ് പൂക്കുറ്റി, വാട്ട് ഈസ് സജ്ന എന്നുള്ള സാധനം പുറമെ കാണുന്ന രീതിയിലുള്ള ഒരു അടിപൊളി എക്സ്പോസിങ് ഓഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഓഡിയോ വന്നതോടുകൂടി പൂക്കുറ്റി ഓൾവേസ് ഈ ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട്, പൂക്കുറ്റി മീൻസ് റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന വ്യക്തി ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി വലിയ ചർച്ചയിലും കാര്യത്തിലും പോകാത്തതുകൊണ്ട് പുള്ളി ഒതുങ്ങിയൊരു മൂലക്കിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സജ്ന ചേച്ചിയാണ് ആകെ അങ്ങ് എക്സ്പോസ്ഡ് ആയത്. സജ്ന ചേച്ചി എല്ലാ തരത്തിലും അങ്ങ് എക്സ്പോസ്ഡ് ആയി. പണ്ട് ഈ സജ്ന ഫിറോസ് ഇഷ്യൂവിൽ ഈ ബിഗ് ബോസ് പോയിട്ട് ഈ ഫിറോസ് കാണിച്ചിട്ടുള്ള ഇയാളുടെ ഒരുമാതിരി ചൊറിയൻ സ്വഭാവം കൊണ്ട് തന്നെ കുറേ സപ്പോർട്ടേഴ്സ് സജ്നയ്ക്കായിരുന്നു. എന്നാൽ ഈ ഒരു പൂക്കുറ്റി വിഷയം വന്നതോടുകൂടി, ആ ഓഡിയോ വന്നതോടുകൂടി അതിൽ പൈസ ചോദിക്കുന്നു, പ്രഗ്നൻസി, അങ്ങനെ പല കാര്യങ്ങളും ഇവർ വളരെ മോശമായി സംസാരിച്ചത് കേട്ടതിൻ്റെ ഭാഗമായിട്ട് സംഭവം കയ്യിൽ പോയി ഇൻ ദ സെൻസ് സംഭവം കയ്യിൽ നിന്ന് അങ്ങ് പോയി. ചേച്ചിക്ക് എഗെയിൻസ്റ്റ് നല്ല രീതിയിലുള്ള നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ വന്നു. അത് ഈവൻ നമ്മൾ വീഡിയോ ചെയ്യുന്ന വീഡിയോൻ്റെ താഴെയുള്ള കമൻസ് അല്ലാത്ത വീഡിയോൻ്റെ താഴെ ഇങ്ങനെ വന്നു. അപ്പം ഈ ഒരു സാധനം ഫിറോസ് അപ്ലോഡ് ചെയ്യുന്നത്, ഫിറോസാണ് ഈ ഒരു വീഡിയോ ലീക്കാക്കുന്നത്, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ലീക്കാക്കുന്നത്. ഫിറോസ് ലീക്കാക്കുന്നതിന് മുമ്പ് സജ്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ സജ്ന ഈ കാര്യത്തെ പറ്റി ഒന്നും പറയാണ്ട് ഫിറോസിന് കുറ്റം പറഞ്ഞാണ് പോയത്. അപ്പോൾ ഇങ്ങനൊരു വോയിസ് ലീക്കായി സജ്നേൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആനയും ഒട്ടകവും തമ്മിലുള്ള വ്യത്യാസം ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം കണ്ടതോടുകൂടി അതും സോഷ്യൽ മീഡിയയിലൊരു ഡിസ്കഷനായി, വർത്താനായി, എല്ലാം. അപ്പോൾ പിന്നെ ജനങ്ങൾ എന്ത് ചെയ്തു, സജ്നേൻ്റെ സൈഡ് വീണ്ടും കാണിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്നവരുടെ ചാനലിൽ സജ്ന ഇന്നലെ ഞാൻ എങ്ങാനായിട്ട് ഒരു ഇൻ്റർവ്യൂ വന്നു.
ഞാൻ ഇപ്പോഴാണ് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനും പോകുന്നത്. 2 മണിക്കൂർ 1 സംതിങ് ഉള്ള വീഡിയോ ആണ്. അത് ഈ ഫിറോസിൻ്റെ ബന്ധം തുടങ്ങുന്നത് തൊട്ട് മീൻസ് ആദ്യത്തെ റിലേഷൻ, പിന്നെ ഫിറോസിൻ്റെ ബന്ധം, ഫിറോസിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ, പിന്നെ ഹൗ റസൂൽ പൂക്കുറ്റി ആൻഡ് എങ്ങനെ അതൊരു പ്രശ്നമായി, ആരാണ് ഇതിന് കാരണം എന്ന ലെവലിലാണ് ഈ ഒരു സാധനം പോകുന്നത്. ഓവറോൾ ആയിട്ട് 2 മണിക്കൂറിൻ്റെ ഒരു സാധനം പറയുകയാണെങ്കിൽ ആദ്യത്തെ ബന്ധം അത് തകർന്നു, അയാൾ വേറെ ജീവിതമായി പോകുന്നു. രണ്ടാമത് ഇയാളെ കെട്ടുന്നു. ഇയാളെ കെട്ടിക്കഴിഞ്ഞാൽ അന്ന് തൊട്ടിട്ട് ഇയാളുടെ 1 2 3 4 5 6 7 8 കുറേ അവിഹിതങ്ങൾ ഈ ലേഡി പൊക്കുന്നു. എന്നിട്ട് ഇയാളെ ദേഷ്യം കാണിക്കാൻ വേണ്ടി വേറൊരുത്തനെ കെട്ടിയതുപോലെയുള്ളൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നു. അത് പ്ലാൻഡ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഇടയിൽ തന്നെ ഫിറോസ് എന്തോ ശ്രീധരൻ ചോദിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഫിറോസിനെ ഫുള്ള് കുറ്റം പറയുന്നു. അതിനുശേഷം ഒന്നുമില്ലാണ്ട് നിന്ന സമയത്ത് റസൂൽക്ക ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ വന്നുകൊണ്ടിട്ട് വെറുതെ പൈസ കൊടുത്ത് വരെ സഹായിക്കുന്നു. പിന്നെ എൻഡിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ തട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ചെറുതായിട്ട് ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെ ലീക്കായി എന്ന് ചോദിച്ചപ്പോൾ MDM അടി ദിയാസന ലീക്കാക്കി എന്ന രീതിയിലൊക്കെയാണ് സാധനം പോകുന്നത്. ഇതിൽ കുറച്ച് മേജർ ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്ന് വിധം നമുക്ക് നോക്കി അഭിപ്രായം പറയാം. അതിൽ ആദ്യത്തെ സാധനം, അപ്പോൾ പോലും അവരുടെ കുറച്ച് ആൾക്കാർ പൈസയെക്കുറിച്ച് ചോദിക്കുന്നത്, എന്ത് തരും, എങ്ങനെ. ഉമ്മ പറഞ്ഞു ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഉള്ളത് ഇങ്ങനെയാണ്, നമ്മൾ അത്ര വലിയ കൊടീശ്വരൊന്നും അല്ല, അപ്പം ഉള്ളതായിട്ടുള്ളത് വാപ്പാടെ കുറച്ച് സ്ഥലങ്ങൾ അടപ്പുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ചെയ്തു തരാം, പിന്നെ ഉള്ളത് കുറച്ച് ഗോൾഡ് ഉണ്ട്, അതും കൂടെ എടുത്ത് തരാം എന്ന് പറഞ്ഞ് നമ്മളവിടെ സംസാരിച്ചു, ഓക്കെ ആക്കി പറഞ്ഞു വിട്ടു. പിന്നെ എന്തെങ്കിലും സ്ത്രീധനം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സാധനം ഉദ്ദേശിച്ചത് ഫിറോസാണ്. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഈ സജ്നേൻ്റെ അടുത്ത് സ്ത്രീധനം ചോദിച്ചു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോൻ്റെ ഒരു 75% ഓഫ് കണ്ടൻറ്റും ഈ പെർട്ടിക്കുലർ ആൾ സജ്ന എന്ന് പറയുന്ന വ്യക്തി ഫിറോസിനെ കുറ്റം പറയാണ്. അതിൽ മെയിനായിട്ട് ഒന്ന് സ്ത്രീധനം, രണ്ടാമത്തത് ഈ അബ്യൂസുകൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ദി എൻഡിലോട്ട് എത്തുമ്പോൾ ഒരു പോക്സോ കേസ്, ഒരു 17 വയസ്സുള്ള കുട്ടീനോട് ചെയ്തൊരു കാര്യം, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സജ്ന ചേച്ചി ഇത്രയും കാലം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു അലിഗേഷൻസും നിങ്ങൾ വലിയ രീതിയിലെടുത്ത് പറഞ്ഞിട്ടില്ല. ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്, അല്ലാണ്ടൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്? ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി താങ്കൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഇട്ടത് കൊണ്ട് അയാൾക്ക് തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് പറയുന്നേ എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? ആൻഡ് ഇവിടെ തന്നെ അവിഹിതത്തിൻ്റെ കഥ ഞാൻ ഇടാത്തത് ഒരു 10 അവിഹിതങ്ങാനും അതുക്ക് മുകളിൽ അവിഹിതങ്ങാനും നിങ്ങളിതിൽ പറയുന്നുണ്ട്. അതിൽ വളരെ വൃത്തികെട്ട ചാറ്റും കുട്ടികളെ പിടിച്ചു അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും വൃത്തികെട്ട ഒരു വ്യക്തിൻ്റെ കൂടെ എന്തിന് നിങ്ങൾ എക്സിസ്റ്റ് ചെയ്ത് നിന്ന് പോയി എന്നുള്ളതാണ് അടുത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. കാരണം ഞാൻ ഇത്രയും ദിവസമുള്ള വീഡിയോകൾ കണ്ടത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള സജ്ന നൂർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങും വളരെ ബോൾഡുമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും പേടി എന്താണ് അയ്യോ വേറൊരു വിവാഹം പറ്റില്ല എന്ന് പറഞ്ഞ് ഫിറോസിൽ ഒതുങ്ങി നിൽക്കും എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അല്ലെ പോർട്രേറ്റ് ചെയ്ത അനുസരിച്ച് ബിഗ് ബോസ് ഷോയിൽ പോകുന്നതിന് മുമ്പ് കിൻഡൽ കണക്കിന് അവിഹിതങ്ങൾ പിടിച്ചു എന്നാണ്. ഇത്രയും അവിഹിതം പിടിച്ച ഒരു മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങൾ സഹിച്ചെന്നൊന്നും പിടിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ഇവർ ഈ 10 എണ്ണം പറഞ്ഞെങ്കിൽ ഒരു 5 എണ്ണെങ്കിലും മൂപ്പരയിന്ന് പിടിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും ഫിറോസിനെ പൊക്കിയടിക്കാൻ വേണ്ടി പറയില്ല. എൻ്റെ 2 ചോദ്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സാധനവും നിങ്ങൾ എടുത്തു പറയുന്നു, അവിഹിതം എന്ന് പറയുന്ന ഒരു സാധനവും പറയുന്നു. ഇത്രയും കാലം പറയാണ്ട് ഇപ്പം നിങ്ങൾ വന്ന് പറയുന്നു ഇത്രത്തോളം ഇതുണ്ടായതുകൊണ്ട്. ഞാൻ ഈ വീഡിയോൻ്റെ ഒരു 75% ഓഫ് കമൻസും സജ്നയ്ക്ക് എഗെയിൻസ്റ്റാണ്. കാരണം അത് വരാനുള്ള കാരണം ഇതാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറയേണ്ട പോലെ പറയണം. ഒരു കോൺട്രവേഴ്സി വന്ന് ആകെ നാറി നിൽക്കുന്ന സമയത്ത് അയാൾക്ക് എഗെയിൻസ്റ്റ് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ സൈഡ് ശരിയാക്കാൻ വേണ്ടി നിങ്ങളില്ലാത്ത കഥ കെട്ടി പറയുക എന്ന് മാത്രമേ കരുതൂ. ഓക്കെ, അറിയത്തില്ല, പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടേ ഇല്ല ഈ സാധനം എടുത്ത് ഓപ്പണിക്ക്. ഞാൻ അവരുടെ വീട്ടിലാണ് കുഞ്ഞിനെ മോനെ എടുത്ത് ഞാൻ അവരുടെ ഉമ്മടുത്തും അവർ കുഞ്ഞും എല്ലാവരും ഇവിടെ താഴെ അവരെല്ലാം ഏറ്റിച്ചാണ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ പേഴ്സണലായിട്ട് മേലും സംസാരിക്കും. ഫോൺ എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട, അതായത് ഇന്നലെ വന്ന് ഞാൻ നിന്നതുപോലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്സി സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ നിലവിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും എല്ലാം അങ്ങനെ വീട്ടുകാരും ഉമ്മ എല്ലാവരും കയറി വന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഉമ്മ ചെന്ന് എന്തുകൊണ്ട് അങ്ങനെ എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ചെറിയ വോയിസ് കുഞ്ഞുമായി കേൾപ്പിച്ചു. അവർ പറഞ്ഞു എനിക്ക് കേൾക്കണം. ഞാൻ കാരണം അവരുടെ മോൻ്റെ വാക്കുകളല്ലേ അത് കേൾക്കണം പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണം. ഉമ്മ ചെന്ന് ചോദിച്ച ചോദ്യം നീ ആയിരുന്നായിരുന്നെങ്കിൽ അവനെ പോകത്തില്ലായിരുന്നു. പെണ്ണുങ്ങളെ കഴിവേടാണ് ആണുങ്ങൾ ഇങ്ങനെ പോകുന്നത്. അല്ല എൻ്റെ മേല ഫിറോസിന്. ഈ ഒരു സാധനത്തിൽ സജ്ന മെൻഷൻ ചെയ്യുന്നത് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അവിഹിതം പിടിച്ചതും അന്നുണ്ടായ ഒരു സിനാരിയോ ആണ്. അതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നീ പെണ്ണായിരുന്നെങ്കിൽ അവൻ അങ്ങനെ പോവില്ലായിരുന്നു,
ഈ ഒരു സാധനം എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഇനി പെണ്ണെത്ര പെണ്ണായാലും ആണെത്ര ആണായാലും അവിഹിതം പോകണമെന്ന ആഗ്രഹമുണ്ട്, അതൊരു പെണ്ണിനോ ആണിനോ ആണെങ്കിൽ അവർ പോവുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ സജ്ന തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അവിഹിതം പിടിച്ച സമയത്ത് ഫിറോസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഫിറോസിൻ്റെ ഉമ്മയാണെന്നുള്ളത്. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പോലെ തന്നെ ഫിറോസിന് ഉമ്മയ്ക്ക് ഏറ്റവും വലുത് ഫിറോസ് തന്നെയായിരിക്കും, അല്ലാണ്ട് സജ്നയായിരിക്കില്ല. ഒരിക്കലും ആ ബന്ധം തകരരുത്, മുന്നോട്ട് പോകണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സൈഡിൽ നിന്ന് ആ രീതിയിലുള്ളൊരു പെരുമാറ്റം മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ സജ്ന പറയുന്ന രീതിയിൽ ഒരു പെണ്ണ് കേട്ടാൽ വരെ അറയ്ക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് കേട്ടതെങ്കിൽ പിന്നെ എന്തിനു നിന്നു? ഈ വീഡിയോൻ്റെ ഒരു എൻഡ് പോർഷനിൽ സജ്ന പറയുന്നുണ്ട്, പല പെൺകുട്ടികളും പല സിറ്റുവേഷനിൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ പല ന്യൂസിങ്ങില്ലേ, സ്ത്രീധന അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലൊക്കെ പല പെൺകുട്ടികളും ഇങ്ങനെ സൂസൈഡ് കമ്മിറ്റ് ചെയ്യുന്നത്. ആ ന്യൂസൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ടല്ലോ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ കം ഔട്ട് ചെയ്ത് വന്ന എനിക്കാണല്ലോ ഇപ്പോൾ കുറ്റം. സജ്ന ആ കം ഔട്ടും ഈ കം ഔട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സജ്ന കം ഔട്ട് ചെയ്യുന്നത് വേറെ കല്യാണം കഴിച്ച് ഭാര്യയായി ജീവിക്കുന്ന ഒരു ചങ്ങായിയായിട്ട് റിലേഷൻഷിപ്പിൽ വെച്ച് അയാളുടെ കുട്ടിക്ക് പ്രഗ്നൻ്റ് ആയി ആ കുട്ടീനെ അബോട്ട് ചെയ്ത് കളഞ്ഞ് അടുത്ത കുട്ടീനെ കിട്ടിയിട്ട് ആ കുട്ടീനെ കളയണമെങ്കിൽ 3 കോടി തരുമോ എന്ന് ചോദിക്കുന്ന സജ്നയുടെ റിയൽ വോയിസ് കേട്ട ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ തരത്തിലുള്ള സജ്നേനെ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം? ഇപ്പോൾ അവിടെ ഇരുന്ന് ഫിറോസിന് ഇല്ലാത്ത കുറ്റങ്ങളില്ല, ഈ കുറ്റം പണ്ട് നോക്കി മനസ്സിലാക്കി കൂടായിരുന്നോ? ഇപ്പം കണ്ടൊരു വീഡിയോ അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ പഴയ ഒരു വീഡിയോ വന്നു, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സ് 21 വയസ്സുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടെന്ന് വെച്ചാൽ ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാം. അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം ഞാൻ എനിക്ക് ഇയാളെ വേണ്ടെന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാൾ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പണിഷ്മെന്റ് പറഞ്ഞു. എൻ്റെ വീട്ടുകാർ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടുകാർ അവർ കുഞ്ഞുമായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ ഞാൻ ഇങ്ങനെയാണ് അവർ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഫിറോസ് അനിയൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് മടുത്തു. ഞാൻ പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളെ ലൈക്ക് ഇറങ്ങി പോവാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളായിട്ട് ഇയാൾ ടോർച്ചർ ചെയ്യുവായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അല്ല അത് അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അടുത്ത മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടെന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് സജ്നേൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരുന്നു. ആ ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ സജ്ന വേറൊരുത്തൻ്റെ കൂടെ ചാടിപ്പോയതിന് ശേഷം വളരെ സന്തോഷകരമായിട്ട് ആ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്ത് ഞാൻ സംസാരിച്ചു. അതിൽ വളരെ ഓപ്പണപ്പായി വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എഴുതി കാണിക്കുന്നു, വോയിസ് കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആലോചിച്ചിരുന്നു, ഒരു പെണ്ണ് കല്യാണം കഴിച്ച് നിൽക്കെ വേറൊരു ചെക്കൻ്റെ കൂടെ ചാടി പോകുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കില്ല. സന്തോഷം ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം നമുക്ക് ടോക്സിക് ആയിരുന്നെങ്കിൽ അല്ല അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടാത്ത ബന്ധമായിരുന്നെങ്കിൽ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ഹാപ്പി ഉണ്ടാവും. പക്ഷേ എന്തിനാണ് ഇവർ ഈ വീഡിയോ എടുത്ത് വെച്ചത് എന്നുള്ളത് ഞാൻ ആ സമയം ഞാൻ ആലോചിച്ചിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ് സജ്ന നൂർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ തന്നത്. അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഫിറോസിൻ്റെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പിടിച്ചതിൻ്റെ ഭാഗമായി സഹിക്കാൻ പറ്റുന്നതിന് മാക്സിമം സഹിച്ച് ഞാൻ അതിൽ നിന്ന് പുറത്തോട്ട് വരികയായിരുന്നു. ആ പുറത്തോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇയാളിങ്ങനെ പോയപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു പെയിന് ഇയാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഒപ്പിച്ചേ എന്ന രീതിയിലാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിൽ ഒരു സത്യാവസ്ഥ ഉണ്ടാവാം. എന്നാലും എനിക്കിവിടെ സജ്നയോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ 21 വയസ്സാണ്, 19-21 വയസ്സാണ് എന്നൊക്കെ പറയുന്നില്ല, 21 വയസ്സിൽ എനിക്ക് ആ ബുദ്ധിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത്. ഇനി എന്ത് ബുദ്ധീൻ്റെ പുറത്താണെങ്കിലും ഒരു കല്യാണം പോയി അതിലൊരു കുട്ടിയുണ്ട്, രണ്ടാമതൊരു കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ട്. ഇയാളുടെ സ്വഭാവം കൊള്ളൂലെങ്കിൽ ഇയാൾ ഒഴിവാക്കുക, ലീഗലി ഡിവോഴ്സ് വാങ്ങുക, ഫ്രണ്ടോട്ട് ജീവിക്കുക. പൊതുവേ 2 കല്യാണമൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ 3ാമത്തെ കല്യാണത്തിന് പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ആദ്യത്തെയും പ്രശ്നം, 2ാമത്തെയും പ്രശ്നം. ഏത് മനുഷ്യനാണെങ്കിലും ഇനി ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കട്ടെ എന്നാണ് കരുതുക. അപ്പോഴാണ് 1ഉം പോയി 2ഉം പോയി, 2ാമത്തവൻ അവിഹിതത്തിന് പോയതിന് അവനോട് വാശി കാണിക്കാൻ വേണ്ടി 3ാമത്തവൻ്റെ കൂടെ പോയി അത് വീഡിയോസും കാര്യങ്ങളും എടുക്കുക എന്ന് പറഞ്ഞാൽ അത് റിവെഞ്ച് ഒക്കെ ഒരു സൈഡ്, അതിലുപരി നിങ്ങളുടെ ക്യാരക്ടറിനെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ഇത്രയും ഫ്ലോപ്സ് വന്നിട്ടും പെട്ടെന്ന് ഒരാണിനെ ട്രസ്റ്റ് ചെയ്യാനോ റിലേഷൻഷിപ്പിലാവാനോ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് നിങ്ങളുടെ എന്ത് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്? ആൻഡ് അവിടെ നിങ്ങളെടുത്ത ഒരു റൈറ്റ് ഡിസിഷനാണ്. ഈ ഡിസിഷനപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് ഒരു 21 വയസ്സിലെ ഡിസിഷനാണ്. 21 അല്ല 31 വയസ്സിലെ ഡിസിഷനാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കായിരുന്നു. പിന്നെ ഈ 30 വയസ്സുള്ളവർക്കാണ് ഫുള്ള് വിവരം, ബുദ്ധിബോധം അല്ലെങ്കിൽ മെച്യൂരിറ്റി, ഇതൊന്നും പറയാനൊന്നുമില്ല. മെച്യൂരിറ്റി ഓരോ ഏജ് കൂടുമ്പോഴാണ് നമുക്ക് വരിക. എന്നാൽ 40 വയസ്സായിട്ടും കുട്ടികൾ കളിക്കുന്നവരും ഉണ്ട്, 18 വയസ്സിലെ വളരെ മെച്യൂറായിട്ട് കാര്യം ചെയ്യുന്ന വ്യക്തികളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രായത്തിൻ്റെ ഇതിൽ പറഞ്ഞ് ഒഴിവാക്കണ്ട. അന്നേ നിങ്ങൾക്ക് ഇതിൽ കൂടെ എനിക്ക് മനസ്സിലായത്, ഈ ഒരു 2 ഫ്ലോപ്സ് വന്ന് തേർഡ് ഫ്ലോപ്പിന് അടുത്തൊരു പാർട്ട്ണർ സെലക്ട് ചെയ്തതിൽ കൂടെ എനിക്ക് മനസ്സിലായതൊരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെക്കാൻ ഓക്കെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്നാണ്. എന്ന് വെച്ചാൽ ഒന്ന് പോയാൽ അടുത്തത് എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഒരു സഹോദരനാണോ അല്ലെങ്കിൽ ഒരു വാപ്പാണോ ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ ഈ ഒരൊറ്റ ഭാഗം കേട്ട സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് കരുതിയത്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട്. എന്നെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു മൈൻഡിലോട്ടും സൗണ്ടിലോട്ടും ഇപ്പോൾ എൻ്റെ ബോഡി എത്തിയിട്ടുണ്ട്. ഒരു ബേബി സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടിട്ടുണ്ട് അറിയാം. ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് എൻ്റെ ഫേസ് തന്നെ ആകെ മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പാട്ട് അല്ലെ ഈ വീഡിയോയിലെ ഈ ഒരു ഒറ്റ പാർട്ട് കാരണമാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ സജ്ന ഫിറോസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, സജ്ന ഫിറോസ് എന്ന് പറയേണ്ട സജ്ന നൂർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അബൌട്ട് റസൂൽ പൂക്കുറ്റി. അദ്ദേഹം എൻ്റെ അച്ഛനാണോ എൻ്റെ സഹോദരനാണോ എൻ്റെ ദൈവമാണോ എന്നെനിക്കറിയില്ല എന്നുള്ളൊരു സാധനമാണ്. എനിക്കൊരു സഹോദരനുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സഹോദരൻ്റെ റൂമിലാണ്. ആൾ ജിമ്മിൽ പോയതാണ്. ജിമ്മ് വരുമ്പോഴേക്കും ഞാനിപ്പോൾ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കണം. എനിക്കൊരു ഫാദറും ഉണ്ട്. താഴെ അതാ TV കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം എനിക്കുണ്ട്. സജ്ന ഒരു ഫാദറിനോടും ഒരു സഹോദരനോടും പറയുന്ന ഡയലോഗാണോ ഫിറോസ് അപ്ലോഡ് ചെയ്ത ഓഡിയോയിലിട്ടത്? സജ്നയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുറേ ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞു. ആടെ പൊന്നെ മുറിച്ച് കളഞ്ഞു. സജ്ന ചേച്ചി മുറിച്ച് കളഞ്ഞു. എന്നാലും ചേച്ചി മുറിച്ച് കളയാത്ത പീസിൽ ചേച്ചി പറയുന്ന ഒരു സാധനം, ഒരു സഹോദരൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫാദറിൻ്റെ അടുത്തോ ആർക്കെങ്കിലും ഒരാൾക്ക് ബന്ധത്തിൽ ഏർപ്പെടാനും അതിൽ കുട്ടികൾ ഉണ്ടാക്കാനും സാധിക്കുമോ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. ഒരിക്കലും സാധിക്കില്ല. ഒരു കുട്ടീനെ അബോട്ട് ചെയ്ത് കളഞ്ഞിട്ട് നെക്സ്റ്റ് ബേബീനെ ഉണ്ടാക്കിയിട്ട് ആ ബേബീനെ വളർത്താൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൽ 3 crore എനിക്ക് തരണം എന്ന് പറയുന്ന ഒരു സാധനം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു സഹോദരൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ അടുത്തോ ചേച്ചിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തോ ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമോ? ചേച്ചി ഇതുവരെ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. ചേച്ചി 75% ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ച്. ചേച്ചി പിടിച്ച മുയലിന് 3 കൊമ്പ് ഞാൻ സമ്മതിച്ച്. പക്ഷെ ഇത് ചേച്ചി പറ്റില്ല. ചേച്ചി കടന്ന് കരഞ്ഞാലും മെഴുകിയാലും ചേച്ചി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പല പ്രവർത്തികൾ ചെയ്ത ആളാണ്. ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തൊക്കെ പ്രവർത്തി ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സാധനത്തട ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. ഒരിക്കലും എന്നുണ്ടെങ്കിൽ നിങ്ങളും റസൂൽ പൂക്കുറ്റിയും തമ്മിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. സമ്മതിച്ചാണ്. ചേച്ചിക്ക് സമ്മതിക്കുന്നതിന് എന്താ? 6 കൊല്ലമായിട്ട് ഫിറോസിനെ ഒഴിവാക്കിയില്ലേ? പൂക്കുറ്റി പെടും. പൂക്കുറ്റിൻ്റെ ഭാര്യ എപ്പോഴും വീട്ടിലുള്ളതുകൊണ്ട് സമ്മതിച്ചാള്. എന്തിന്? ആരെ കാണിക്കാൻ? ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഏതോ ഇടയ ഭാഗത്ത് ഇവർ പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ ഇവരുടെ 2 പേരുടെയും ഫോട്ടോ ഇട്ടത് ഈ പെർട്ടിക്കുലർ പെണ്ണ് സജ്നയാണെന്ന്. അപ്പം ഫേസ്ബുക്കിൽ ഇവരുടെ 2 പേരുടെയും ഫോട്ടോ സജ്ന ഇട്ടത് ഒരു ഇങ്ങനെ ചെറുതായിട്ടാണ് പറയുന്നത്. ഈ മറുനാടന് വേടിക്കോ മുറിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് സജ്ന പറയുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിലോ സജ്ന ചേച്ചി എന്നെ ഇട്ടതിൻ്റെ ഒരു മെയിൻ എയിം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തെറ്റിയപ്പോൾ റസൂലിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പരിപാടി ചെയ്തത്. ചേച്ചീൻ്റെ ഒരു സ്വഭാവമാണ്. ദിയാസനേനെ അവരെയും കെട്ടിപ്പിടിച്ച് കമ്പനിയായിട്ട് ചേച്ചി നടന്നു. അവർ തെറ്റിയപ്പോൾ അവരെ എക്സ്പോസ് ചെയ്തു. ഇന്ന് ഈ നിമിഷം വരെ ഫിറോസുമായിട്ട് കമ്പനിയായിരുന്നു. ഈ ഓഡിയോ ലീക്കാക്കുന്നവരെ ഓഡിയോ ലീക്കാക്കിയതോടുകൂടി ഫിറോസിനോട് തെറ്റി, ഫിറോസിനോട് കമ്പനി. ആൻഡ് ഇതിൽ തന്നെ ചേച്ചി പറയുന്നുണ്ട് ഫിറോസിൻ്റെ എന്തോ ഒരു സാധനം ഞാൻ ഇടും കാണിച്ച സമയത്ത് ഫിറോസും ഡിലീറ്റ് ചെയ്തു, ചേച്ചിയും ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു മെയിൻ എയിം, ഈ വീഡിയോൻ്റെ ഒരു കൺക്ലൂഡിങ് ഭാഗത്ത് നിങ്ങളുടെ ഒരു മെയിൻ എയിം റസൂലിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, റസൂലിനെ അങ്ങ് വാരി വെളുപ്പിക്കുക, അല്ലെ റസൂലിനെ അങ്ങ് എന്താ പൊന്നാട അണിയിക്കുക. നടക്കില്ല ചേച്ചി, നടക്കില്ല. പച്ച മലയാളത്തിൽ നിങ്ങൾ 2 പേരും തമ്മിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് പൊക്കി തൂക്കി നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ ബേബീസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ബേബീസിനെ കളഞ്ഞോ എന്നുള്ള കാര്യം അറിയില്ല. എന്നാലും അതിലൊരു തീരുമാനമാവാനുണ്ട്. ദിസ് ഈസ് കൺഫേംഡ്, ദിസ് ഈസ് ഷുവർ. 100 അല്ല, 1000 അല്ല, 2000% ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വിശദീകരിച്ചാലും എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ശ്രമിച്ചാലും നടക്കില്ല. അതുകൊണ്ട് തന്നെ ദൈവം, മാതാവ്, കുർബാന എന്നുള്ള പരിപാടിയൊക്കെ ഒന്ന് മാറ്റിവെക്ക്. നാറി ചേച്ചി നാറി. സോ ആ നാറ്റത്തെ അങ്ങ് അംഗീകരിക്കുക. ഈയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ, അതും പറഞ്ഞിട്ട് അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ഒരു ടീമായിരുന്നു. വന്നു, ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു.
അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി സത്യം പറഞ്ഞാൽ. MDMA ആയിരുന്നു അതെടുത്ത് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെൻ്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നു. അപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മുഖമൊക്കെ മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്. ഇല്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് പറയുന്നത്, സജന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് അങ്ങ് എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയി. അപ്പം കഥയിൽ 2 കഥാപാത്രം കൂടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദിയാസന അറിയാലോ എല്ലാവർക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആക്ടിവിസ്റ്റ്, ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സപ്പോർട്ടർ ആണ്. പിന്നെ ഒരു ആൻ മേരിയും കൂടെ ഫ്രെയിമിൽ വന്നു. ഈ ആൻ മേരി സജ്ന നൂറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഈ ദിയാസനയ്ക്കും ആൻ മേരിക്കും വളരെ ക്ലിയർ ആയിട്ട് സജ്ന നൂറും റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഈ 2 വ്യക്തികളായിരുന്നു. അത് മനസ്സിലായല്ലോ. ഇവർ 3 ഫ്രണ്ട്സ്, ഇവരാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ദിയാസനയ്ക്ക് എഗെയിൻസ്റ്റ് നല്ലൊരു അമ്പ് ഇട്ടുകൊണ്ട് തന്നെ ദിയ പുറമെ വന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും എന്നുള്ളത് ദിയേൻ്റെ അക്കൗണ്ടിൽ ദിയ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സാധനം കൂടെ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് എപ്പിച്ചേരാം. അപ്പോൾ അങ്ങനെ ഈ എന്ത് ചെയ്യുന്നു, ഈ സജ്ന നൂറ് ഈ റസൂൽ പൊക്കുറ്റിയായിട്ടുള്ള ഈ കോൺവെർസേഷൻ ദിയയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. കാരണം ദിയ കേൾക്കാൻ വേണ്ടിയിട്ട്. ദിയ ഈ പെർട്ടിക്കുലർ ഓഡിയോ എടുത്തിട്ട് ഫിറോസിന് കൊടുക്കുന്നു. അങ്ങനെയാണ് ഫിറോസിൻ്റെ കയ്യിൽ ഈ കണ്ടന്റ് കിട്ടുന്നത്, സോഷ്യൽ മീഡിയയിലിടുന്നു, ഡിസ്കഷൻ ആവുന്നത്. അപ്പം ദിയ എന്തിന് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നവർ ചതിച്ചു എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ എക്സ്പ്ലനേഷനാണ്, സജ്നേൻ്റെ ഫ്ലാറ്റിൽ വന്ന സമയത്ത് ദിയ അവിടെ നിന്നിട്ട് ഇല്ലീഗൽ ഡ്രഗ് ആയിട്ടുള്ള MDMA യൂസ് ചെയ്തു. അത് പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിന്ന സമയം സജ്ന ദിയനെ കയറി വാൺ ചെയ്തു. ആ വാൺ ചെയ്തതിൻ്റെ ബേസിസിൽ ദിയയ്ക്ക് തോന്നിയ ഒരു ദേഷ്യമാണ് ദിയ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കൊടുത്ത് ആക്കിയത് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരി വളരെ ക്ലിയർ ആയിട്ട് ദിയാസന MDMA യൂസ് ചെയ്യുന്ന ഒരാളാണെന്നും MDMA യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിലാണ് പറയുന്നത്. ഇറ്റ്സ് ആൻ അലിഗേഷൻ. അതൊരു തെളിവ് വെച്ച് കാണിക്കാത്തിടത്തോളം കാലം നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു സാധനം വന്നതിന് ശേഷം ദിയ ഓൾറെഡി കേസിന് പോയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റോറി കാര്യങ്ങൾ ഈ സൈഡിൽ കൂടെ കൊടുക്കാം. ആളൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ആൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ലീഗലി കേസ് പോയിട്ടേ ഉള്ളൂ, ഞാൻ ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് നിൽക്കുന്ന വ്യക്തിയാണ്, അപ്പോൾ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ, ഞാൻ ഈ അടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാം പറഞ്ഞു വരും, അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ദിയ സൈഡിൽ കൂടെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു സാധനം വന്നു, ഈ ദിയ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ശരിയാവാതിരിക്കാം, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു ലോങ് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇല്ലാത്ത വളരെ ഒരു ബന്ധവുമില്ലാണ്ട് വെറുതെ ഒരു ഫ്രണ്ടിനോട് ദേഷ്യം കാണിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു അലിഗേഷൻ ഇടുവോ എന്നുള്ളൊരു തോട്ടും കൂടെ എനിക്ക് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാത്തിടത്തോളം കാലം നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇവിടെ വന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് സാധനം കറങ്ങി തരുന്നുള്ളത്. ഇനി ദിയ കൊടുത്തതാണെങ്കിലും ആൻമീരി കൊടുത്തതാണെങ്കിലും ഫിറോസിനി അപ്ലോഡ് ചെയ്തതാണെങ്കിലും ഫിറോസിനി കള്ളനാണെങ്കിലും ചതിയനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും ഇനി എന്ത് സാമഗ്രികളാണെങ്കിലും സജ്ന നൂർ ചെയ്ത പ്രവൃത്തി ഒരിക്കലും ശരിയായ പ്രവൃത്തിയല്ല. തെറ്റാണ്. ആൻഡ് നിങ്ങൾ ആദ്യ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങും, അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഡിവോഴ്സ് വാങ്ങും, റിലേഷൻഷിപ്പായിട്ട് പോകും. അല്ലേ എന്ത് ചെയ്യണം, വളരെ അന്തസ്സായിട്ട് സജ്ന നൂറും റസൂലും വന്ന് പറയണം, ഞങ്ങൾ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ പ്രണയത്തിലാണ്, ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പലതും ചെയ്തു, എന്തുവാ കുഴപ്പം. ഇവിടെ പ്രശ്നം എന്താ പറയുക, നിങ്ങൾ സത്യം സമ്മതിക്കില്ല. നിങ്ങൾ സത്യത്തെ വെറുതെ ഇങ്ങനെ വളച്ചൊടിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ആ പൂ ഇവിടെ നിന്നാണ്, ഈ പൂ അപ്പുറത്തു നിന്നാണ്, ആ പൂ ഈ പൂവും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ല എന്നുകൊണ്ട് നിങ്ങൾ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഇതിനെങ്ങനെ വളച്ചൊടിക്കുക. ഇപ്പോൾ കാണുന്ന മനുഷ്യന്മാരാരും പൊട്ടന്മാരല്ല, നമുക്കൊക്കെ ഇത് കണ്ട ഏകദേശം അറിയാം. കാരണം നമ്മൾ കരിയാഹാരമല്ലേ തിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യായീകരിക്കുമ്പോഴാണ് വിഷയമാവുന്നത്. അപ്പോൾ ദൈവം, ഏട്ടൻ, കുർബാന എന്നൊക്കെ പറയുന്നതിന് മുമ്പ് സത്യം സമ്മതിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. സജ്ന ഫിറോസ് ബന്ധം, ഫിറോസിൻ്റെ സ്വഭാവം കാരണം ബ്രേക്കപ്പ്, അതിനുശേഷം സജ്ന റസൂൽ ബന്ധം, റസൂൽ ലാസ്റ്റ് തേപ്പിക്കാൻ നോക്കി, സജ്ന റസൂലിന് പണി കൊടുത്തു, ആ പണി ഇപ്പോൾ നേരെ ചുറ്റിക്കറങ്ങി സജ്നയ്ക്ക് കിട്ടി, സജ്ന ആകെ പെട്ട് കിടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. സോ ഞാൻ എനിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, സംസാരിക്കണം എന്ന് കരുതിയാണ് വന്നത്. ഞാൻ എടുത്തു വെച്ച ക്ലിപ്പിൽ ഇനിയും ക്ലിപ്സുകൾ ഞാൻ സംസാരിക്കാനുണ്ട്, പക്ഷേ നോട്ട് ഫീലിംഗ് വെൽ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ്